السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്‌ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആദ്യമായി നമ്മുടെ മജ്‌ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അല്ലാഹ് ഈ മജ്‌ലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് അമല് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ വെച്ചടി നമുക്ക് ഒരുപാട് ഉയർച്ച ലഭിക്കാനും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കഷ്ടപ്പാടുകളും തീരാനും പരിശുദ്ധമായ സൂറത്തുൽ ഹശറിലെ ഈ ആയത്ത് എഴുതി വളരെ വൃത്തിയോടുകൂടി നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുക. അല്ലാഹുവിന്റെ ഒരുപാട് നിഅമത്തുകൾ ലഭിക്കാൻ കാരണമാകുന്ന ഈ ആയത്ത് ഒരു വെള്ള കടലാസിൽ എഴുതിയതിന്റെ ശേഷം, ഓരോ അക്ഷരങ്ങളാക്കി എഴുതിയതിന്റെ ശേഷം നമ്മുടെ വീട്ടിൽ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായ എല്ലാ വിഷമങ്ങളിൽ നിന്നും നമുക്കൊരു കരകയറ്റം കിട്ടും. അതുപോലെ തന്നെ ജീവിതത്തിൽ പല മേഖലകളിലും ബന്ധപ്പെടുന്നവരാണ് നമ്മിൽ ഭൂരിഭാഗം ആളുകളും. കച്ചവടങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ട്, അതുപോലെ തന്നെ ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നവരുണ്ട്, വിവിധങ്ങളായ ജോലികളിൽ ഏർപ്പെടുന്നവരുണ്ട്. ഈ ജോലിയിൽ നിന്നെല്ലാം ലഭിക്കുന്ന സമ്പാദ്യം നമുക്ക് ഉപകരിക്കാനും അതുപോലെ തന്നെ കിട്ടുന്ന സമ്പാദ്യം നമുക്ക് തികയാനും പല ആളുകളും പറയുന്ന വല്ലാത്ത വിഷമമാണ്. ഒരുപാട് ഞങ്ങൾ സമ്പാദിക്കുന്നുണ്ട്, പക്ഷെ ജീവിതത്തിൽ നല്ല മാർഗത്തിൽ ഞങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ സാമ്പത്തികമായ വല്ല പ്രതിസന്ധികളിലും ആ ക്യാഷ് നഷ്ടപ്പെടുന്നു, അതല്ലെങ്കിൽ രോഗങ്ങളോ മറ്റോ പിടിപെട്ട് അതെല്ലാം മറ്റൊരു മാർഗത്തിൽ ഹോസ്പിറ്റലിലോ മറ്റുമായി കൊടുക്കേണ്ട സാഹചര്യം വരുന്നു. ഇങ്ങനെ തുടങ്ങി നമ്മൾ എത്രയൊക്കെ സമ്പാദിച്ചാലും നമ്മുടെ ജീവിതത്തിൽ അത് കാണാതെ വരിക, നമ്മുടെ ജീവിതത്തിൽ ഒരു പുരോഗതി ലഭിക്കാതെ വരിക, ഉന്നത സ്ഥാനങ്ങളിൽ നമുക്ക് എത്താൻ കഴിയാതെ വരിക. പല കുടുംബങ്ങളിലും സാമ്പത്തികമായ വല്ലാത്ത വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒരു നിലക്കും പുരോഗതി ലഭിക്കാത്ത, ഒരു നിലക്കും സ്ഥാനമാനങ്ങൾ ലഭിക്കാത്ത ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. ഇതുപോലെ സാമ്പത്തികമായോ മറ്റു വല്ല കാരണങ്ങളാലോ വല്ലാത്ത വിഷമങ്ങൾ അനുഭവിക്കുന്നവർ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഹശറിലെ 23-ാമത്തെ ആയത്തായ ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസ് മലിക്കുൽ ഖുദ്ദൂസ് അസ്സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. ഈ ആയത്തിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി ഓതുക. പലരും എല്ലാ ദിവസവും മുടങ്ങാതെ ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ എന്ന് മുതൽ സൂറത്തുൽ ഹശറിന്റെ അവസാനം വരെ പാരായണം ചെയ്യുന്നവരാണ്. അതിൽ അടങ്ങിയ ഒരു ആയത്താണിത്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ അല്ലാഹുവിന്റെ 8 ഇസ്മുകൾ, അസ്മാഉൽ ഹുസ്നയിലെ 8 ഇസ്മുകൾ അടങ്ങിയിട്ടുണ്ട്. വളരെ മഹത്വമേറിയ ഒരു ആയത്താണ്. അല്ലാഹുവിന്റെ 8 ഇസ്മുകൾ അടങ്ങിയ ഒരുപാട് മഹത്വങ്ങൾ അറിയിക്കുന്ന ഈ ആയത്തിനെ സാമ്പത്തികമായോ മറ്റോ വിഷമങ്ങൾ അനുഭവിക്കുന്ന, ജീവിതത്തിൽ പുരോഗതി വേണമെന്ന് ആഗ്രഹിക്കുന്ന, സാമ്പത്തികമായ പ്രയാസങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുള്ള ആളുകൾ ഈ 23-ാമത്തെ ആയത്തിനെ ഒരു വെള്ള കടലാസിൽ ഓരോ അക്ഷരങ്ങളാക്കി എഴുതിയിട്ട് നമ്മുടെ വീടുകളിൽ നമ്മൾ സൂക്ഷിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പുരോഗതി ലഭിക്കാനും നമുക്ക് ഒരുപാട് ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കാനും കച്ചവടങ്ങളിലും നമ്മൾ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കാനും പരാജയം നമ്മെ രുചിക്കാതിരിക്കാനും ഇൻഷാ അല്ലാഹ് ഈ ആയത്ത് നമ്മെ സഹായിക്കും. ഇത് എല്ലാ ദിവസവും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുകയും വേണം. ലൗ അൻസൽനാ എന്ന ആയത്ത് മുതൽ സൂറത്തുൽ ഹശറിന്റെ അവസാനം വരെ ഓതൽ വളരെ പുണ്യമുള്ള കാര്യം കൂടിയാണ്. 70,000 മലക്കുകളുടെ സഹായം ലഭിക്കാൻ കാരണമാകുന്ന ആയത്ത് കൂടിയാണ്, ആയത്തുകൾ കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കരകയറ്റി തരട്ടെ. അതുപോലെ തന്നെ എല്ലാ കഷ്ടപ്പാടുകളും തീരാൻ പരിശുദ്ധമായ 8 ഇസ്മുകൾ അടങ്ങിയ ഈ ആയത്തിനെ അല്ലാഹു കാരണമാക്കി തരട്ടെ. ഒരുപാട് വിഷമത്തിലായ കുടുംബങ്ങളുണ്ട്. ലഭിക്കുന്ന സമ്പാദ്യങ്ങളൊന്നും ഉപകരിക്കാതെ വരുന്നവരെ, ഒന്നും തികയാതെ വരുന്നവരെ, സാമ്പത്തികമായ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവരെ എല്ലാവരും ജീവിതത്തിൽ ഒന്ന് പതിവാക്കി നോക്കുക. വലിയ അത്ഭുത നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വല്ലാത്ത ഉപകാരങ്ങൾ ലഭിക്കും.
ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തോടെ നല്ല ഇഖ്ലാസോടെ എല്ലാവരും പാരായണം ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലാണോ നമുക്ക് വിഷമങ്ങൾ അനുഭവിക്കുന്നത്, ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നത്, നമ്മുടെ വീട്ടിൽ എഴുതി സൂക്ഷിക്കുക. ബിസിനസ് നടക്കുന്ന സ്ഥാപനങ്ങളിലാണോ, കച്ചവടം നടക്കാത്ത സ്ഥാപനങ്ങളുണ്ടോ, അതുപോലെ തന്നെ സാമ്പത്തികമായ ഞെരുക്കം അനുഭവിക്കുന്ന ബിസിനസിന്റെ ഏത് മേഖലകളാണോ, അവിടെയൊക്കെ നമ്മൾ വൃത്തിയുള്ള ഒരു കടലാസിൽ എഴുതിയതിന്റെ ശേഷം വളരെ ശുദ്ധതയോടുകൂടി നല്ല ഭദ്രതയോടുകൂടി നമ്മുടെ സ്ഥാപനങ്ങളുടെ ഉള്ളിൽ സുരക്ഷിതമായിട്ട് നമ്മളത് സൂക്ഷിക്കുക. അതിൽ നിന്ന് അള്ളാഹു നമുക്ക് ഒരുപാട് വിജയം നൽകും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.